ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നൊരു വ്ളോഗിങ് വീഡിയോയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രമ മൈതാനത്ത് വാട്ടർഫാൾസിലാണ്. ഇന്ന് ഞാനും ഉമ്മിയും പാപ്പയും അനിയത്തിയും വന്നു ഇവിടെ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു വാട്ടർഫാൾസിൻ്റെ പുറത്തെ ഭാഗം. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്തു, 4 പേരാണ്. ഇവിടെ വലിയവർക്ക് 200 റുപ്പീസും കൊച്ചു കുട്ടികൾക്ക് 150 റുപ്പീസുമാണ്. പിന്നെ 5 വയസ്സിന് താഴോട്ടുള്ളവർക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ വാട്ടർഫാൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു എൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് ഇത് ഡിസപ്പിയർ ആവും, ഇത് അപ്രത്യക്ഷമാവും. അതാണ് ഈ ഒരു വാട്ടർഫാൾസിൻ്റെ ഒരു അതുകൊണ്ടാണ് ഈ വാട്ടർഫാൾസിന് മാജിക്കൽ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് പുറത്ത് എഴുതിയൊക്കെ വെച്ചിരുന്നത്, മാജിക്കൽ വാട്ടർഫാൾസ് എന്നൊക്കെ. ഗായ്സ്, ഇവിടെ നിങ്ങളെല്ലാവരും വരെ എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പ്ലേസ് ഉണ്ട് ഇവിടെ. നല്ല രസമാണ് ഇതൊക്കെ കാണാനും കണ്ട് ആസ്വദിക്കാനൊക്കെ. ഇവിടെ പിന്നെ നമുക്ക് ഡാൻസ് കളിക്കാനുള്ള സ്റ്റേജും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് ട്രൈ ആണ്. നമുക്ക് വേറൊരു ചേട്ടൻ്റെ കൂടി അഭിപ്രായം എങ്ങനെയുണ്ടാകും? ഞാനും ഉമ്മായും ജുമാനായും കൂടി ഈ വാട്ടർഫാൾസിൽ ഇറങ്ങാൻ പോയാണ് കേട്ടോ. ഒരു കടലിൽ പോയി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. മറ്റേ ബാഹുബലിയിൽ എന്തുവാ ആ വാട്ടർഫാൾസ്, ആ ദീപര എന്ന് പറയുന്ന ആ സോങ്ങിലെ വാട്ടർഫാൾസിൽ നിൽക്കുന്ന പോലെ അതേ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. ഗൈസ്, ഇവിടെ വരുമ്പോൾ ഇവിടെ നിൽക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചൊക്കെ നിൽക്കണം കേട്ടോ. ഞങ്ങളിവിടെ നിന്നപ്പോഴത്തേക്കും ഒരു അങ്കിള് അവിടെ നിന്നായിരുന്നു. ആ അങ്കിള് വന്ന് മറിഞ്ഞു വീണു. പിന്നെ നമ്മൾ ഡാൻസ് ഫ്ലോറിലൊക്കെ കയറി നമ്മൾ ഡാൻസൊക്കെ കളിച്ചായിരുന്നു. ഗൈസ്, പിന്നെ നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പോയി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സീ ഡൈവറിനെ കണ്ട് ജുമാന അതിനൊരു ഹാൻഡ് പഞ്ച് കൊടുക്കാൻ വേണ്ടി നിൽക്കുക. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് മീനിനെയൊക്കെ കണ്ടു കേട്ടോ. ഈ മീനിൻ്റെ പേര് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ മെർമെയ്ഡിനെയൊക്കെ കണ്ടു.
അതിൻ്റെ ഉള്ളിൽ ഈ ആനിമൽസിൻ്റെ ഒക്കെ ബേർഡ്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഗൈസ് ഇതിലേക്ക് കയറാൻ പോവേണേ എൻ്റെ കൂടെ. ഇതില് ജീവനുണ്ടെങ്കിൽ തിരിച്ചു വരും. ഗൈസ് ഇവിടെ നിപ്പോണ്ട് രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരെയും പറഞ്ഞിട്ടിട്ട് അവൾക്ക് എന്തോന്നാ വാങ്ങിക്കാൻ പോവുകയാണ്. ആ സമയത്തിന് അവിടെ ഏതാണ് അവൾക്ക് കണ്ട ബലൂൺ വാങ്ങിക്കുന്നത് കേട്ടോ. ഹൈഡ്രജൻ ബലൂൺ ബേസ്. അത് പറന്നങ്ങ് പോവും. വിട്ടാത് പറന്നു പോവും. പളയില് കെട്ടി കൊടുക്കണ്, കയ്യില് കെട്ടി കൊടുക്കണ്. കയ്യില് കൂട്ടി കൊടുക്കണ്, പറന്നു പോവാതിരിക്കും. പാവം എല്ലാ കേസും കൂടെ ഒക്കെ പിടിച്ചോണ്ടിരിക്കണ്. ഇവിടെ ജോലിക്ക് പോണോലെ കളിട്ട അല്ല ചിരിച്ചോണ്ടിരിക്കുന്നു. അതും പറഞ്ഞു. നമ്മുടെ ചാൻസ് ആണ്. നമ്മുടെ ചാൻസ്. കേട്ടാൻ കൊണ്ടുപോയേ ഏതവസ്ഥയിലാണ് ഞാൻ തിരിച്ചു വരുന്നതെന്ന് പോലും അറിയാൻ ഗൈസ് ഞാൻ മലയാളത്തിൽ പറഞ്ഞാണ് ഈ സാധനത്തിൽ കയറാൻ. അപ്പം പറഞ്ഞ അതിൽ കയറണ്ട, അതിൽ വലുതായിരിക്കാം. അപ്പം ആ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കയറാൻ. അങ്ങനെ വലിച്ചു പിടിച്ചോണ്ട് വന്നേ. വിളിച്ചോണ്ടൊക്കെ പോണല്ലോ. നമ്മുടെ അവസ്ഥ എന്താണാവോ എന്തോ. ഇങ്ങനെ ആലോചിക്കുകയാണ്. വിറച്ച് കാലൊക്കെ നോക്ക വിറച്ച് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കും. ഇങ്ങനെ വലിയ വിറയിലൊന്നുമില്ല. പിന്നെ ഇതിൽ ഇപ്പം ഇതിങ്ങനെ സ്പീഡ് കൂടുമ്പോൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ എന്തൊരു അവസ്ഥയെന്ന് കാണാം. സുബ്ഹാനല്ല, വലതുകാലം വെച്ച് കയറാം. ഞാൻ ഇപ്പൊ ഇടതുകാലം വെച്ച് കയറി. അപ്പുറത്തിരി ഗായ്സ്. ബാക്കി ഞാൻ ഇറങ്ങിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫോൺ തറയിൽ പോകും കേട്ടോ. ഗായ്സ് നമ്മൾ ജയിന്റ് വീലിൽ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഗായ്സ്. അപ്പോൾ പിന്നെ ഒരു പാറക്കലിനെ പോലെയൊക്കെ അതിൻ്റെ അതിരി പോകണ്ടായിരുന്നു. പിന്നെ ജുമാനായ ഒരു സ്ലൈഡ് പോലത്തെ അതിൽ കൊണ്ടുപോയായിരുന്നു. ഗൈസ് അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിലോട്ട് പോകണം. ഗൈസ് നമ്മൾ ബീച്ചിൽ വന്നേ. ചുവനന്തി ഗൈസ് നമ്മൾ അവിടെ അടിച്ചു പൊളിച്ചതിനൊക്കെ ശേഷം നമ്മൾ ബീച്ചിലോട്ട് വന്നു.
അങ്ങനെ നമ്മൾ പോയ വഴിക്ക് മർഹബ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. ഞാൻ ഓർഡർ ചെയ്തത് സെഷ്വാൻ ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഗൈസ് ഞാൻ വീഡിയോ ഒക്കെ ചെറുതായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടാതെ ഇരിക്കാനാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് നേരം എടുക്കുമല്ലോ വീഡിയോ കാണാൻ. ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഫിഷ് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുടെ എന്താണ് അഭിപ്രായം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.